ഈ ലോക സ്വാധീനങ്ങൾ പണ്ട് സഭയിൽ കടന്നു വന്നിരുന്നില്ല. ഇന്ന് സഭയിലായാലും സമൂഹത്തിലായാലും സഭയുടെ സമൂഹങ്ങളിലും എപ്പോഴും ഉണ്ടാകുന്നത് ഈ ലോക സ്വാധീനങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കാം. നമ്മുടെ ഇടവക തിരുനാളുകളിലേക്കും ലോകത്തിൻ്റെ സ്വാധീനം എത്രമാത്രം ഉണ്ടെന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ആഘോഷിക്കുമ്പോൾ അതിലൊന്നാം സ്ഥാനം പലപ്പോഴും കടന്നു വരുന്നത് ലോക സ്വാധീനങ്ങൾക്കുള്ള പ്രാധാന്യമാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണേ, ഈ കാലഘട്ടങ്ങളിൽ അനേകർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം ഈ സ്വാധീനങ്ങളെ നേരിടാതെ പോകുന്നതാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതും ഈ സ്വാധീനങ്ങളെ എങ്ങനെ നമുക്ക് തോൽപ്പിക്കാം. 4 തരം സ്വാധീനങ്ങളാണ് ലോകം നമ്മുടെ മേൽ വെച്ച് നീട്ടുന്നത്. ഒന്ന്, ലോകം നമ്മെ വശീകരിക്കും. നമ്മൾ ബൈബിളിലെ പലയിടങ്ങളിലും ഈ വശീകരണ ശക്തിയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ കേൾക്കുന്നൊരു വചനമാണ്, നിഷ്കളങ്ക ഹൃദയത്തെ തിന്മയുടെ സ്വാധീനം വശീകരിച്ച് ആ നന്മയുള്ള ഹൃദയത്തിലേക്ക് തിന്മ പാകുക എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ബാല്യത്തിൽ തന്നെ ഈ വശീകരണം, തിന്മയുടെ ലോകത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഒരു ദുഷ്ട വശീകരണം നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ലോകം നമ്മെ വശീകരിക്കുമെന്ന ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. രണ്ടാമത്തത്, ലോകം നമ്മെ ഭീഷണിപ്പെടുത്തും. നീ കർത്താവിൻ്റെതാണെങ്കിൽ നിനക്കൊത്തിരി ഭീഷണി നേരിടേണ്ടി വരും. 3, ലോകം നമ്മെ പരിഹസിക്കും. 4, നമ്മെ പീഡിപ്പിക്കും, പല വിധത്തിലും പീഡിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തിരിച്ചറിയുക, ഞാൻ ഈ കാലഘട്ടത്തിൽ കണ്ട ഒരു വലിയ അത്ഭുതമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കടൽ തീരത്ത് ഒരു ചുവന്ന വസ്ത്രമിട്ട് കൊണ്ട് മുട്ടുകുത്തി നിർത്തിയ കുറേ പേര് അവരുടെ കഴുത്തറുത്ത് കൊല്ലുന്നു. എന്തിനാ കൊന്നതെന്ന് ചോദിച്ചാൽ, അഫ്ഗാനിസ്ഥാൻ തീവ്രവാദികൾ ചെയ്തത് പ്രധാനമായിട്ടും അവർ യേശുവിനെ നാഥനും രക്ഷകനുമായി അംഗീകരിച്ചു. ആദ്യം ഇവരുടെ മുന്നിൽ അവർ വയ്ക്കുന്നത്, നിങ്ങൾക്കൊരു കുടുംബമില്ലേ, നിങ്ങൾക്ക് മക്കളില്ലേ, ജീവിത പങ്കാളിയില്ലേ, അവർക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറയണം. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യർ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു, അവരെല്ലാം തന്നത് ദൈവമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിതിന് ഭയമില്ല. കടലോരത്ത് കൊണ്ടു നിർത്തി ഈ ചെയ്യാൻ പോകുന്ന തീവ്രവാദികൾ അവരുടെ മുഖം മറച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോഴും നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ടറിയാം, അവരുടെ മുഖത്ത് ഒരു ലാഞ്ചന പോലുമില്ല. അവർക്ക് വിശ്വാസം, അവർ പരീക്ഷിക്കപ്പെടുമ്പോൾ അവർ ഈ ലോകത്തിൻ്റെ സ്വാധീനങ്ങളോട് നോ പറയാനും ദൈവഹിതത്തിന് ആമേൻ പറയാനുള്ള ഒരു കൃപയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്ത്യാനിറ്റി. വിശ്വാസത്തെ തള്ളിപ്പറയുന്നതല്ല ക്രിസ്തു മതത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ തിരിച്ചറിയുക, ഈ സ്വാധീനം നമുക്കുണ്ട്. ഒന്ന്, ലോകം നമ്മെ വശീകരിക്കും. എങ്ങനെയൊക്കെയാണ് വശീകരിക്കുന്നത്? ഒന്ന്, ലോകത്തിൻ്റെ സിദ്ധാന്തങ്ങളാണ്. നമുക്കറിയാം, പണ്ടേ മുതൽ തന്നെ ദൈവിക നിയമങ്ങൾക്കെതിരായ ഒത്തിരി സിദ്ധാന്തങ്ങൾ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ചില സയൻറ്റിഫിക്കൽ തെളിവുകൾ ചിലപ്പോൾ ദൈവവിശ്വാസത്തിന് മുന്നിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതിലേറ്റവും വലിയ ഒരു ചിന്തയാണ് പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം. ലാഞ്ചിയാനോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുരോഹിതൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അതിൽ തിരുശരീരക്തങ്ങളായിട്ട് മാറി. അങ്ങനെ ആ തിരുശരീരക്തങ്ങൾ വർഷങ്ങളോളം, 13 നൂറ്റാണ്ടുകളോളം അത് സൂക്ഷിച്ചു വയ്ക്കപ്പെട്ടു. അങ്ങനെ 1800-കളിൽ, പ്രത്യേകിച്ച് 1800-കളിൽ നൂറ്റാണ്ടിൽ പ്രധാനമായിട്ടും ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് സഭ അനുവദിക്കുകയാണ്. ആ ടെസ്റ്റ് നടത്തുന്നത് ഒരു നിരീശ്വരവാദിയായ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹം ടെസ്റ്റ് നടത്തുമ്പോൾ ഇദ്ദേഹത്തിന് ഈ ടെസ്റ്റിൽ ഒരു റിപ്പോർട്ട് വന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് റിയൽ കാർഡിയക്കൽ ടിഷ്യൂ ഓഫ് ദി ഹ്യൂമൻ പേഴ്സൺ. ഇത് മനുഷ്യ ഹൃദയത്തിൻ്റെ ഭിത്തിയാണ് ഇതിലുള്ളത്. AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളതാണ്. ഇപ്പോഴും ഇതിൽ ജീവനുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം നിരീശ്വരവാദത്തിൻ്റെ സിദ്ധാന്തത്തോടെ ഇദ്ദേഹം പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ഒന്നല്ല, ഇത് ആരെയോ കൊന്നിട്ട് അവരുടെ ഹൃദയത്തിൻ്റെ ഭിത്തി കൊണ്ടുവന്ന് ടെസ്റ്റ് നടത്താണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ മനുഷ്യനെ ലാഞ്ചിയാനോയിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന തിരുവോസ്തിയിൽ നിന്ന് പുരോഹിതർ അതിൻ്റെ ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് എടുത്ത് ടെസ്റ്റ് നടത്തുമ്പോൾ ഇദ്ദേഹം മുട്ടുകുത്തിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് റിയൽ ജീസസ് ക്രൈസ്റ്റ്. നൂറിലുള്ള ആ കച്ചയിലുള്ള ഈശോയുടെ അതേ തെളിവുകൾ ഇതിൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ, സിദ്ധാന്തങ്ങളെ കീഴടക്കപ്പെട്ടതാണ് കർത്താവിൻ്റെ ശരീരത്തിലുള്ള വിശ്വാസം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പല സിദ്ധാന്തങ്ങളും ഇല്ലെന്ന് പറയുമ്പോഴും നമ്മൾ തിരിച്ചറിയുക, ന്യൂട്ടൻ്റെ 3ാമത്തെ തിയറി നമുക്കറിയാം, എവരി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ.
പ്രിയപ്പെട്ടവർ, ഇത് പറയുന്നതിന് മുമ്പ് ന്യൂട്ടൻ്റെ തലയിൽ ഒരു ആപ്പിൾ വീഴുമ്പോഴാണ് ന്യൂട്ടൻ ഈ തിയറി കണ്ടുപിടിക്കുന്നത്. ഇത് ബൈബിളിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നീ അളക്കുന്ന അതേ അളവുകോല് കൊണ്ട് നിനക്കും അളന്നു കിട്ടും. അതുകൊണ്ട് സിദ്ധാന്തങ്ങൾ എല്ലാം തെറ്റല്ല, സിദ്ധാന്തങ്ങൾ ശരിയാണ്. എന്നാൽ ദൈവിക നിയമങ്ങൾക്കെതിരായ സിദ്ധാന്തങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് ഈ പലതരം പുസ്തകങ്ങൾ ഇന്ന് ലോകത്ത് അവൈലബിളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ എതിർക്കുന്ന, ദൈവിക ചിന്തകൾക്ക് എതിർക്കുന്ന ഒത്തിരി ചിന്താഗതികൾ ഈ ലോകത്ത് കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ, മാധ്യമങ്ങൾ, ഗെയിമുകൾ ഇന്ന് അവൈലബിളാണ്. അപ്പോൾ ഈ സ്വാധീനം ഇന്ന് കുഞ്ഞുങ്ങളുടെ ബാല്യകാലത്തിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വലിയ പതനത്തിന് കാരണമായ കാര്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: കണ്ണിന് കൗതുകരം, അറിവേകാൻ കഴിയും അഭികാമ്യം എന്ന് കരുതി അവർ ആ പഴം പറിച്ചു തിന്നു. പ്രധാനമായിട്ടും ഒരു കാര്യമാണ് പിശാചിൻ്റെ സ്വാധീനം. ഒന്ന്, കണ്ണിന് കൗതുകരമായിരിക്കും. പാപം എപ്പോഴും, അല്ലെങ്കിൽ ഈ തിന്മ എപ്പോഴും കൗതുകരമായൊരു കാര്യമാണ്. പിന്നെ കണ്ണിന് കൗതുകരം, അറിവേകാൻ കഴിയുമെന്ന്. ഈ ലോകത്തിൽ പലതും നമ്മൾ വിചാരിക്കും അത് കൃത്യമായ അറിവാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നല്ല അറിവുമുണ്ട്, ചീത്ത അറിവുമുണ്ട്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഏത് അറിവാണ് സ്വീകരിക്കുന്നത്, അതിനെക്കുറിച്ച് അന്വേഷിക്കപ്പെടണം. ബൈബിളിൽ അന്വേഷിക്കാത്ത അറിവുകൾ ലോകത്ത് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാം. അതിന് കാരണം പറയുന്നത് 2 തരം ലോ ഈ ലോകത്തുണ്ട്. ഒന്ന് നേച്ചർ ലോ ആൻഡ് ഡിവൈൻ ലോ. നേച്ചർ ലോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയൂ പ്രിയപ്പെട്ടവരെ? നേച്ചർ ലോയിൽ ചിലപ്പോൾ ശരിയും ഉണ്ടാകാം, തെറ്റും ഉണ്ടാകാം. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ രാജ്യത്ത് ഒരു നിയമം വരെയാണ്, പ്രായമായി കഴിയുമ്പോൾ ഈ മനുഷ്യന് വയ്യ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കൊല്ലാം എന്നൊരു നിയമം ഉണ്ടാകാം. നേച്ചർ ലോ അനുസരിച്ച് നാട് അങ്ങനെ ഒരു നിയമം വയ്ക്കുക എന്ന് വിചാരിക്കും. എന്നാൽ ഒരു ക്രിസ്ത്യാനിയായ നമുക്ക് ഡിവൈൻ ലോ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വ്യക്തിയെ നമ്മൾ കൊല്ലാൻ സ്വാധീനപ്പെടും. നമ്മളൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഈ രോഗിക്ക് നമ്മളൊരു നേഴ്സായിട്ട് ജോലി ചെയ്യാണ്. പെട്ടെന്ന് ഡോക്ടർ ഇങ്ങനെ മരുന്ന് കുറിച്ച് കൊടുത്തു, ആ വ്യക്തിക്ക് മരിക്കാനുള്ള മരുന്നാണ്, കുത്തിവെച്ച് കൊല്ലും. എന്നാൽ ഞാനൊരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് എനിക്ക് ഈ നിയമം പാലിക്കാൻ പറ്റില്ല. ശരിയാണ്, ഞാൻ നേഴ്സാണ്, എല്ലാമാണ്. എന്നാൽ എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ച ഡിവൈൻ ലോ ഇതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയിൽ ഇന്നും മേഴ്സി കില്ലിങ് പാപമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി IVF എന്ന് പറയുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യരുതെന്ന് പറയുന്നതുകൊണ്ടാണ്. ലോകത്ത് ഒത്തിരി സ്വാധീനങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ. ഒരിക്കലെ മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനത്തിൽ ഒരു ഡോക്ടർ പങ്കുവെച്ചത് ഓർക്കുകയാണ്. അദ്ദേഹം ഈ പ്രോ ലൈഫിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നൊരു ഡോക്ടറാണ്. ഡോക്ടർ പറയാം, 0 കൗണ്ടുള്ള ഒരു വ്യക്തിക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ലെന്ന് വൈദ്യശാസ്ത്രം മുഴുവൻ അറിയാം. എന്നാൽ IVF നടത്തി കഴിയുമ്പോൾ കുഞ്ഞുണ്ടാകുന്നു. അതെങ്ങനെ? പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മുടേതല്ലാത്ത ബീജം മറ്റാരുടെയെങ്കിലും ബീജത്തിൽ നിന്ന് ജീവൻ എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞാകുന്നത്? പ്രിയപ്പെട്ട, അതുകൊണ്ട് സഭ നിശ്ചിതമായി പറയുന്നൊരു പാപമാണ് IVF എന്ന് പറഞ്ഞ പാപം. പ്രിയപ്പെട്ട, ദൈവം നമ്മളോട് പറഞ്ഞത് ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായിരിക്കണം മക്കൾ. അല്ലാതെ ആർക്കെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈദ്യശാസ്ത്രം പറയുന്ന രീതികൾ ഉപയോഗിക്കരുത്. സഭ അംഗീകരിക്കുന്ന രീതിയുണ്ട്, അംഗീകരിക്കാത്ത രീതിയുണ്ട്. ഇതാണ് ലോകത്തിൻ്റെ സ്വാധീനം. ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? ഈ ലോകത്തിൻ്റെ സ്വാധീനങ്ങളിലേക്ക് പെട്ടെന്ന് വഴുതി വീഴും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സിദ്ധാന്തങ്ങൾ, ഒത്തിരി പഠനങ്ങൾ ഈ ലോകത്ത് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെയും വായിക്കുന്ന എന്താണ്, കേൾക്കുന്ന എന്താണെന്ന് നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. കുറച്ച് ആൾ കഴിയുമ്പോൾ ചിലപ്പോൾ അമ്മമാരോട് ചോദിക്കും, എന്തിനാ അമ്മ എന്നും പള്ളിയിൽ പോണേ? ഇന്നും അമ്മ പള്ളിയിൽ പോയിട്ട് എന്ത് കിട്ടി? ഇത് അവൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെയോ സ്വാധീനങ്ങളുണ്ടാവും. ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് പറയുന്ന യൂട്യൂബ് ചാനലുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളൊരു പെർഫോമൻസ് അല്ല, ചിലപ്പോൾ വിശ്വാസം തന്നെ ഒരു പെർഫോമൻസായി കാണിച്ചിട്ട് വിശ്വാസം നശിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ട്. തിരഞ്ഞെടുക്കാൻ ആത്മാവിൻ്റെ പ്രേരണകൾ നമുക്ക് വേണം. മറ്റൊന്ന് മായാ പ്രകടനങ്ങളാണ്. ഈ ലോകത്തെ മറ്റൊരു തിന്മയുടെ സ്വാധീനമാണ് നമ്മുടെ ആത്മാവിനെ വീഴ്ത്തുന്ന മായാ പ്രകടനങ്ങൾ. നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചറിയാം, കുറേ പ്രെഡിക്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ മനസ്സ് വായിച്ച് കാര്യം പറയാം. പ്രിയപ്പെട്ടവർ, ഇന്ന് എല്ലാവരും അവരുടെ ഫാൻസാണ്. എന്താണ്? ഈ അത്ഭുതം ചെയ്യുന്നവരുടെ കുറേ ഫാൻസ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വായിക്കാൻ അറിയുന്നവരുടെ ഫാൻസ്. പ്രിയപ്പെട്ടവരെ, ദൈവം പറയാണ്, ഇവരെല്ലാം നിന്നെ കുടുക്കിലാക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും, ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ പേരിൽ പോലും അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടാവും. എന്നാൽ നിങ്ങൾ തിരിച്ചറിയണേ, കർത്താവിൻ്റെ കുരിശിൻ്റെ കീഴിൽ വന്നവർ അത്ഭുതം ചെയ്യപ്പെട്ടവരല്ല, മറിച്ച് മാനസാന്തരപ്പെട്ടവരാണ്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? സ്വർഗരാജ്യം സമീപിക്കണമെങ്കിൽ മാനസാന്തരം ഉണ്ടാകണം.
എല്ലാവരാലും കല്ലെറിയപ്പെട്ട ആ പാപിനിയായ സ്ത്രീ അവസാന മണിക്കൂറിൽ ഈശോയുടെ കൂടെ നടന്നത് എന്നെ രക്ഷിക്കുന്ന ദൈവത്തിലാണ്, എനിക്ക് അത്ഭുതം നടത്തുന്ന ദൈവത്തിലല്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ഐശ്വര്യത്തിൻ്റെ സുവിശേഷത്തിന് ഒത്തിരി പ്രാധാന്യം കിട്ടുന്ന കാലം. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ തിരിച്ചറിയണം, എല്ലാം ദൈവം ഐശ്വര്യമായി തരുമ്പോഴും നമ്മുടെ എൻ്റെ എവിടെയാണ് കിടക്കുന്നത്? ഐശ്വര്യത്തിലാണോ അല്ലെങ്കിൽ സഹനത്തിനപ്പുറമുള്ള കൃപയിലാണോ എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഒത്തിരി മായാ പ്രകടനങ്ങൾ ഇന്ന് ചുറ്റുപാടുകളുണ്ട്, കാഴ്ചകൾ, കാഴ്ചപ്പാടുകൾ. അതുകൊണ്ട് നമ്മൾ എവിടെയാണെന്നുള്ള ചിന്ത ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസം നിങ്ങളോട് ഞാനൊന്ന് പങ്കുവെക്കാം. മറ്റൊന്ന് ദുർമാതൃകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെടുത്ത് വേദനിപ്പിച്ച് പണം നേടുന്ന എത്രയോ ഓൺലൈൻ മാധ്യമങ്ങൾ, വ്യക്തിപരമായി പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ചുറ്റുപാടും കാണുന്നതാണ്. അതൊരു ദുർമാതൃകയാണ്. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ തെറി വിളിച്ച് പറയുക, തെറ്റായ സംഭാഷണം നടത്തുക, ഒരു സ്ത്രീയുടെ തെറ്റായ രീതിയിൽ അതിനെ കളിയാക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം കൃത്യമായിട്ട് പറയുക, വാളെടുത്തവൻ വാളാലാണ്. ഇന്ന് അനേകർ ദുർമാതൃക നൽകി. ഈ കുട്ടികളൊക്കെയും ഈ ദുർമാതൃകളാണ്. ഞാനൊരു വചനം പെട്ടെന്ന് ഓർക്കുകയാണ്. സങ്കീർത്തനം 91:3, വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കും. പലതും ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഈ വചനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലത് ചില ട്രാപ്പുകളാണ്, നമുക്കറിയില്ല. ചില സ്വാധീനം വരുത്തുന്നുണ്ട്. എത്രയോ ഭക്തിഗാനങ്ങളുള്ള കാലത്ത് ഒരു ഭക്തിഗാനം പോലും പാടാത്ത കുഞ്ഞിന് വായിൽ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ തെറി രൂപത്തിൽ പാടുന്നവരും പാട്ടായി രൂപപ്പെടുത്തുന്നവരെയും പെട്ടെന്ന് അതരത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതെന്നറിയോ? അതിൻ്റെ സ്വാധീനത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കേൾക്കണം, എന്ത് കേൾക്കാതിരിക്കണമെന്ന് തീരുമാനം എടുക്കണം. പ്രതിഷ്ഠയെല്ലാം നടത്തുന്നു. നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന പാട്ട് എന്താ? നമ്മുടെ വീട്ടിൽ കേൾക്കുന്നത് എന്താ? വചനം കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വട്ടത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞു, നിന്റെ വീട്ടിൽ ഒരു പൊസഷൻ കടന്നു വരുന്നുണ്ട്. നമുക്ക് നോക്കിയ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ സ്റ്റാറ്റസ് വീഡിയോകൾക്ക് പോലും ബാക്ക്ഗ്രൗണ്ട് ഫിലിമിൻ്റെ കാര്യങ്ങളാണ്. ശരിയാണ്, എല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ കർത്താവിൻ്റെ പുകഴ്ത്തുന്നതിന് പകരം സിനിമയിലൂടെ കർത്താവിനെ പുകഴ്ത്തേണ്ട ആവശ്യമില്ല. എല്ലാ മാധ്യമങ്ങളും നല്ലതാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞത് മാധ്യമം ഒരു ചീത്തയാണെന്നല്ല, എന്നാൽ ഉപയോഗിക്കുന്ന മാധ്യമ രീതികൾ പലപ്പോഴും നമ്മൾ തിന്മയിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് ഈശോയെ കൊടുക്കാനും ഇതേ മാധ്യമം തന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, ദൈവത്തെ പ്രഘോഷിക്കപ്പെടുന്നിടത്ത് ലോകത്തെ കൊണ്ടുവയ്ക്കുമ്പോൾ ദൈവം കൃത്യമായിട്ട് പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ? അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ ചുറ്റുപാടുള്ള ഭീഷണികൾ. ശരിക്കും ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ചുറ്റുപാടുകൾ ഭീഷണികൾ ഉണ്ടാകുക. എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? പ്രിയപ്പെട്ടവരെ, കുറേ നാളുകൾക്ക് മുമ്പ് ഒരു നിരീശ്വരവാദി പറഞ്ഞ ഒരു പങ്കുവെച്ചപ്പെട്ട ഒരു കാര്യം ഓർക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു വിശ്വാസിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എറണാകുളം ഭാഗത്തുള്ള ഒരു പെൺകുട്ടിയിൽ നിന്നാണ് എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായി. അത് അജ്ന എന്ന് പറയുന്ന ഒരു ജീസസ് യൂത്തുകാരി പെൺകുട്ടിയുടെ വലതുഭാഗത്തുള്ള മുഖം വരെ മുറിച്ചു കളഞ്ഞു, വിത്ത് നാവ് വരെ മുറിച്ചു കളയേണ്ട അവസ്ഥ വന്നു. എന്നാൽ ആദ്യ കുർബാന സ്വീകരണം മുതൽ കുർബാന മുടക്കാതെ ജീവിച്ച ഒരു ഉത്തമ ക്രൈസ്തവ മൂല്യമുള്ള ഒരു യുവതി. പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടിയുടെ ജീവിതം ഒരു നിരീശ്വരവാദിയുടെ മാനസാന്തരത്തിന് കാരണമായി. അതിപ്രകാരമാണ്, ഈ പെൺകുട്ടി എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് ഈ മനുഷ്യൻ ശ്രദ്ധിക്കും. നല്ല ഭംഗിയുണ്ടായിരുന്ന പെൺകുട്ടി ക്യാൻസർ എന്ന രോഗം പിടിപെട്ടപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മുറിച്ചു കളയേണ്ടി വന്നു. എന്നിട്ടും ഈ പെൺകുട്ടി മുഖത്ത് ഒരു ഷോൾ ഇട്ടിട്ട് ഈ പള്ളിയിൽ പോകുമ്പോൾ ഒരിക്കലും ഈ മനുഷ്യൻ വഴിയിൽ വെച്ച് ചോദിച്ചു, മോളെ, നീ ഇത്രയും വിശ്വസിക്കുന്ന ദൈവം ഇത്രയും ക്രൂരത നിൻ്റെ മുഖത്തോടും ശരീരത്തോടും ചെയ്തിട്ട് എന്തിനാ ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണേ? പ്രിയപ്പെട്ടവരെ, അന്ന് ആ പെൺകുട്ടി ഈ ചേട്ടനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ചേട്ടാ, എൻ്റെ ആത്മാവിരിക്കുന്നത് ആ സക്രാരിയിലാണ്. നമ്മുടെ ആത്മാവിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെപ്പോഴും പ്രേരക ശക്തിയായിട്ട് പോകുന്നില്ലേ? ചേട്ടന് ചിലപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. എൻ്റെ ആത്മീയതയെ തടയാൻ ചേട്ടന് അവകാശമില്ല. എൻ്റെ സ്പിരിച്വാലിറ്റിയിൽ ഞാൻ സ്നേഹിക്കുന്നവന് എത്ര സഹനം തന്നാലും അവൻ എൻ്റെ ദൈവമാണെന്ന് എനിക്കറിയാം. അവനോട് കൂടെ ചേരാൻ ഈ സഹനം എനിക്കൊരു പുണ്യമാണെങ്കിൽ ഞാനത് അങ്ങനെയായിട്ട് കരുതുന്നു. പ്രിയപ്പെട്ടവർ, ഈ പെൺകുട്ടിയുടെ വാക്കുകൾക്ക് ദൃഢത കണ്ടപ്പോൾ ഈ മനുഷ്യൻ അന്ന് മുതൽ ഈ പെൺകുട്ടിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവൾ ആയിരിക്കുന്ന ഇടവക പള്ളിയിൽ അവൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ, തിരുവോസ്തി ഉയർക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് തെളിച്ചം വരുന്നത് ഈ മനുഷ്യൻ കണ്ടു. ഈ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: അവൾ കാണാതെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരില്ല. അവൾ അദൃശ്യമായി ഈ അപ്പത്തിൽ ദൈവത്തെ കാണുന്നു എനിക്ക് മനസ്സിലായി. അവളുടെ ഉള്ളിലെ ആകാംക്ഷകൾ,
അവൾ ഉള്ളിലെ തീഷ്ണതകൾ എൻ്റെ ഉള്ളിലെ ദൈവമില്ലെന്ന കാഴ്ചപ്പാടിന് ഒരു ചോദ്യമായിരുന്നു. ഞാനും പതുക്കെ കയറി നോക്കാൻ തുടങ്ങി. പിന്നീട് ഞാൻ അറിയാതെ തന്നെ എൻ്റെ ആത്മാവിൽ ഈ സ്നേഹത്തിൻ്റെ കൃപ വന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദുഷ്ട സ്വാധീനങ്ങൾ ഈ ആത്മജ്ഞാനത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്കൊരു തിരിച്ചറിവാകണം. അതുകൊണ്ട് തിരിച്ചറിയുക, ലോകം എപ്പോഴും ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് വിരുദ്ധമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏത് വഴിക്ക് പോകണമെന്ന് തീരുമാനിക്കണം.